ഹലോ എവ്രി വൺ, വെൽക്കം ടു ജ്യോതി ഡിസൈൻസ്. നമ്മൾ ഇന്ന് വിചിത്ര സിൽക്കിൽ ത്രെഡ് ലൈൻസും ഫർ ലൈൻസും കൂടെ വന്നിട്ടുള്ള സാരീസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. 198 പ്രൈസ് റേഞ്ച് മുതൽ നമുക്ക് ഈ ഒരു സാരി അവൈലബിൾ ആണ്. 198, 260, 278 അങ്ങനെ 3 പ്രൈസ് റേഞ്ചിലാണ് നമ്മളിത് കൊണ്ടുവന്നിരിക്കുന്നത്. ഫാബ്രിക്കിന്റെ ക്വാളിറ്റി, അതുപോലെ അതിൽ വന്നിരിക്കുന്ന ഡിസൈന്, അത് ആ ഒരു രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഈ പ്രൈസിൽ ഡിഫറൻസ് വരുന്നത്. നമുക്ക് അതിൻ്റെ ഓരോരോ കളർ ഷെയ്ഡ്സ് നോക്കാം. ഇതാണ് അതിൻ്റെ ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത്. ഇതൊരു 278 പ്രൈസ് റേഞ്ചിൽ വന്നിട്ടുള്ള സാരിയാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫസ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത്. ഹൊറിസോണ്ടൽ ആയിട്ട് ഫർ ലൈൻസും ത്രെഡ് ലൈൻസും ആണ് സാരിയിൽ കൊടുത്തിരിക്കുന്നത്. നല്ല ബോഡി ഹഗ്ഗിങ് ആയിട്ടുള്ള ഫാബ്രിക് ആണ്. വിസ്ത്ര സിൽക്ക് ആണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. 268 ആണ് ഈ ഒരു സാരിയുടെ പ്രൈസ് വന്നേക്കുന്നത്. ഇത് വരുമ്പോൾ നമ്മുടെ 198 സാരിയിൽ നിന്നും കുറച്ചും കൂടെ ഒരു ഫ്ലാഷി ലുക്ക് വന്നിട്ടുള്ള സാരിയാണ്. ഇപ്പം മാർക്കറ്റിൽ കിട്ടാവുന്നതിന്റെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയാണ് ഈ ഒരു 278 നമ്മൾ ലോഞ്ച് ചെയ്തേക്കുന്ന 268, 278 പ്രൈസ് റേഞ്ചിൽ ലോഞ്ച് ചെയ്തേക്കുന്ന സാരി. സോ ഫസ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്ന ഈ ഒരു ബ്ലാക്കിന്റെ ഷെയ്ഡാണ്. നമുക്കിത് സെയിം കളർ ടോണിലുള്ള ബ്ലൗസോ അല്ലെങ്കിൽ ഒരു കോൺട്രാസ്റ്റ് ബ്ലൗസോ ഹാൻഡ് വർക്ക്ഡ് ബ്ലൗസോ ഒക്കെ വെച്ചിട്ട് പെയർ ചെയ്യാവുന്നതാണ്. നമുക്കൊരു സെമി പാർട്ടി വെയറോ കാഷ്വൽ വെയറോ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരിയാണ്. സോ ഫസ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നത് ഈ ബ്ലാക്ക് ആണ്. പ്രൈസ് വരുമ്പോൾ 268 ആണ്. ഇതിന്റെ ഓരോരോ കളർ ഷെയ്ഡ്സ് ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അതിൻ്റെ അകത്ത് അടുത്ത ഷെയ്ഡ് വന്നേക്കുന്നത് ഈ ഒരു ലാവൻഡറിന്റെ ഷെയ്ഡാണ് വന്നേക്കുന്നത്. ഇത് വരുമ്പോൾ ഞാനിപ്പോൾ ഡ്രൈപ്പ് ചെയ്ത ആ ഒരു സാരിയുടെ സെയിം ഡിസൈൻ ആണ് വന്നേക്കുന്നത്. അടുത്തടുത്ത് ത്രെഡ് ലൈൻസ്, പിന്നെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് പിന്നെ ഫർ ലൈൻസ്, അങ്ങനെയാണ് വന്നേക്കുന്നത്. ഇത് വരുമ്പോൾ ഈ ഒരു ഡിസൈനിന് 268 ആണ് പ്രൈസ് വന്നേക്കുന്നത്. ഇതാണെങ്കിൽ അടുത്ത ഷെയ്ഡ് വന്നേക്കുന്നത് ഒരു മെറൂണിന്റെ ഷെയ്ഡാണ് വന്നേക്കുന്നത്. ഇത് വരുമ്പോൾ അടുത്തടുത്താണ് ഇതിൻ്റെ അകത്ത് ത്രെഡ് ലൈൻസും ഫർ ലൈൻസും കൂടെ വന്നേക്കുന്നത്. അപ്പൊ ഈ ഒരു ഡിസൈൻ വന്നേക്കുന്നതിന് 278 ആണ് പ്രൈസ് വന്നേക്കുന്നത്. ഇത് തന്നെ നമുക്ക് പല കളർ ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ്. ചിലത് അകന്നിട്ടുള്ള ഡിസൈൻ ആണ്, ചിലത് അടുത്തിട്ടുള്ള ഡിസൈൻ ആണ്. വെബ്സൈറ്റിൽ എല്ലാത്തിന്റെയും ഫോട്ടോസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത ഷെയ്ഡ് വന്നേക്കുന്നത് ബോട്ടിൽ ഗ്രീൻ കളറാണ്. ഇത് കുറച്ച് അകന്നിട്ടുള്ള ഡിസൈനാണ്, അടുത്തിട്ടുള്ള ഡിസൈനാണ്. അതുകൊണ്ട് തന്നെ 278 ആണ് പ്രൈസ്. അടുത്ത വരുമ്പോൾ ഒരു ടീൽ ഗ്രീൻ ഷെയ്ഡാണ്, ടീൽ ബ്ലൂ ഷെയ്ഡാണ് വന്നേക്കുന്നത്. ദെൻ അടുത്തത് വന്നേക്കുന്ന ഒരു ഡാർക്ക് ഒനിയൻ പിങ്ക് ഷെയ്ഡാണ്. അതുപോലെ ഡാർക്ക് മെറൂൺ ഷെയ്ഡ് ഉണ്ട്. പിന്നെ ഞാൻ ട്രൈപ്പ് ചെയ്ത ബ്ലാക്ക്, ദെൻ നേവി ബ്ലൂ കളറ്, അടുത്ത ഒരു റസ്റ്റ് ഓറഞ്ച് കളർ. ഇതൊക്കെ അടുത്തിട്ടുള്ള ഡിസൈൻ ആണ്. അതുകൊണ്ട് തന്നെ 278 പ്രൈസ് റേഞ്ചിലാണ്. ഡിസൈൻ വൈസ് കൊണ്ടാണ് ഒരു 10 റുപ്പീസിന്റെ ചേഞ്ച് വന്നേക്കുന്നത്. ദെൻ ഒരു ബ്രൗൺ ഷെയ്ഡ്, ഒരു പിങ്കിഷ് ലാവൻഡർ, വൈൻ കളറ്, റാണി പിങ്ക് ഷെയ്ഡ്, അടുത്ത ഒരു വൈനിഷ് ലാവൻഡർ കളറാണ്. ഇതും വൈനിന്റെ തന്നെ കുറച്ചും കൂടെ ഒരു ലൈറ്റർ ആയിട്ടുള്ള ഒരു ടോൺ ആണ് വന്നേക്കുന്നത്. ഒരു ഡാർക്ക് വൈനിന്നും ചെറിയ ഡിഫറൻസ്, ഒരു മജന്ത മിക്സ് ആണ് വന്നേക്കുന്നത്. ദെൻ ബോട്ടിൽ ഗ്രീൻ നമ്മൾ കാണിച്ചതാണ്. ഇത്രയും കളർ ഷെയ്ഡ്സിലാണ് വന്നിരിക്കുന്നത്. ഇതൊക്കെ 268ഉം 278ഉം പ്രൈസ് റേഞ്ചിൽ വന്നിട്ടുള്ള സാരിയാണ്. ചെറിയൊരു ഫ്ലാഷി ലുക്ക് ഒക്കെ കിട്ടുന്ന ഒരു സാരിയാണ് വന്നിരിക്കുന്നത്. ഇനി നമ്മൾ കാണിക്കുന്നത് 198 പ്രൈസ് റേഞ്ച് വന്നിട്ടുള്ള സാരിയാണ്. കമ്പാരിറ്റീവ്ലി ഞാനിപ്പോൾ ട്രേപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഇപ്പോൾ കാണിച്ച സാരിയിൽ നിന്നും കുറച്ചും കൂടെ ആ ഒരു ഡ്യുവൽ ടോൺ എഫക്റ്റും ഫ്ലാഷി ലുക്കും കുറവാണ് വന്നേക്കുന്നത്. ഇച്ചിരി കൂടി ഒരു മാറ്റ് ഫിനിഷിലാണ് ഈ ഒരു സാരി വന്നേക്കുന്നത്. ഇതെല്ലാം 198 പ്രൈസ് റേഞ്ച് ആണ്. രണ്ട് ഡിസൈൻസിൽ നമുക്കിത് അവൈലബിൾ ആണ്. സോ ഇതാണ് അതിൻ്റെ ഫസ്റ്റ് ഡിസൈൻ വന്നേക്കുന്നത്. ഒരു ബോട്ടിൽ ഗ്രീൻ്റെ ഷെയ്ഡാണ്. ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നത്. ദെൻ അടുത്തത് വന്നേക്കുന്ന ഒരു ഡസ്റ്റി ഗ്രീൻ ഷെയ്ഡാണ് വന്നേക്കുന്നത്. ഒരു ടീലിഷ് ഗ്രീൻ ഷെയ്ഡാണ് വന്നേക്കുന്നത്. ദെൻ ഇത് ബ്ലാക്കിന്റെ ഷെയ്ഡാണ്, ഒരു ഗ്രേഷ് ബ്ലാക്ക് ഷെയ്ഡാണ്. ബ്ലാക്കിന് തന്നെ ഇച്ചിരി കൂടി അത്ര ഒരു ഫ്ലാഷി ലുക്ക് വരാത്ത ബ്ലാക്ക് ആണ്, ഒരു ഗ്രേഷ് ബ്ലാക്ക് എന്നാണ് നമ്മൾ ഇതിന്റെ പേര് കൊടുത്തിരിക്കുന്നത്. സോ ഇതാണ് അടുത്ത ഡിസൈൻ. ഈ ഡിസൈനിലും ഡിഫറൻസ് ഉണ്ട്. നമ്മൾ മറ്റേത് കാണിച്ച രണ്ട് ഡിസൈൻസും ഇതിലും അവൈലബിൾ ആണ്, പക്ഷേ പ്രൈസ് ഡിഫറെൻ്റ് ആണ്. പിന്നെ നമ്മൾ നേരത്തെ കാണിച്ച ഒരു ടീലിഷ് ഗ്രീൻ തന്നെ അടുത്ത ഡിസൈൻ ആണ്. ഇതാണ് അടുത്ത ഷെയ്ഡ് വന്നേക്കുന്നത്, ഒരു ടീൽ ബ്ലൂ കളറാണ്. ദെൻ ഇത് വന്നേക്കുന്ന ഒരു റസ്റ്റ് ഓറഞ്ച് ഷെയ്ഡ്. ഇതും റസ്റ്റ് ഓറഞ്ചിന്റെ അടുത്ത ഡിസൈൻ ആണ്. ഇത് വരുമ്പം ബ്ലൂ ഷെയ്ഡാണ് വന്നേക്കുന്നത്, ഒരു പീ ഗ്രീൻ ഷെയ്ഡ്. പിന്നെ ഇത് നമ്മൾ നേരത്തെ കണ്ടതിൽ നിന്നും ഒരു ഡസ്റ്റി ഗ്രീൻ ഷെയ്ഡാണ് വന്നേക്കുന്നത്. അതുപോലെ ബ്ലാക്കിന്റെ തന്നെ ഒരു ഗ്രേഷ് ബ്ലാക്കിന്റെ തന്നെ മറ്റൊരു ഡിസൈൻ ആണ് വന്നേക്കുന്നത്. ഇതെല്ലാം 198 ആണ് പ്രൈസ് വന്നിരിക്കുന്നത്. ഇതിന്റെ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫോട്ടോസ് നമ്മുടെ വെബ്സൈറ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്.
നമ്മളിന്ന് കാണിച്ച 3 പ്രൈസ് റേഞ്ച് വന്നിട്ടുള്ള സാരീസ് ആണെങ്കിൽ 5.5 മീറ്റേഴ്സ് ആണ് വരുന്നത്. ഇതെല്ലാം നമുക്ക് വെബ്സൈറ്റ് ത്രൂ ആണ് ബുക്കിംഗ് വന്നേക്കുന്നത്. BBS4 മുതൽ BBS4, BBS5, BBS6, 7 അങ്ങനെ 4 കോഡിലാണ് ഇത് നമ്മുടെ വെബ്സൈറ്റിൽ ആഡ് ചെയ്തിട്ടുള്ളത്. 4 കോഡ് എന്ന് പറയുമ്പോൾ 198 രണ്ട് ഡിസൈൻസ് നമ്മൾ രണ്ടായിട്ടാണ് ആഡ് ചെയ്തേക്കുന്നത്. 6, 7 അങ്ങനെ രണ്ടെണ്ണമായിട്ടാണ് ആഡ് ചെയ്തേക്കുന്നത്. അങ്ങനെ 4 കോഡ്സിലാണ് വെബ്സൈറ്റിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം വെബ്സൈറ്റ് ത്രൂ ആണ് ബുക്കിംഗ്. നിങ്ങൾ വാട്സാപ്പ് ത്രൂ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മെസ്സേജസ് വാട്സാപ്പിൽ ഫ്ലഡിങ് ആണ്. അപ്പം പെട്ടെന്ന് ഓൺ ടൈമിൽ നമുക്ക് അതിന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് ഇത് ഫുള്ള് നമ്മൾ വെബ്സൈറ്റ് ത്രൂ മാത്രമാണ് ബുക്കിംഗ് എടുക്കുന്നത്. ഇനി എങ്ങനെയാണ് നമ്മുടെ വെബ്സൈറ്റ് ത്രൂ ബുക്ക് ചെയ്യുന്നതെന്ന് കൂടെ ഞാനൊന്ന് പെട്ടെന്ന് കാണിച്ചു തരാം. ഇത് വരുമ്പോൾ നമ്മുടെ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഡയറക്റ്റ് വെബ്സൈറ്റിലേക്കുള്ള അല്ലെങ്കിൽ പ്രൊഡക്റ്റിലേക്കുള്ള ലിങ്ക് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു പേജിലേക്കായിരിക്കും വരിക. ഇവിടെ 268 പ്രൈസ് റേഞ്ചിലുള്ളതുണ്ട്, 278 അങ്ങനെ 198 3 പ്രൈസ് റേഞ്ചിലുള്ളതും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട സാരി സെലക്ട് ചെയ്യാം. ഇതിലിപ്പോൾ ഞാനൊരു മെറൂൺ സാരിയാണ് സെലക്ട് ചെയ്തേക്കുന്നത്. അതിന്റെ താഴേക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് കളർ ഓപ്ഷൻസ് നമ്മൾ ആ പ്രൈസിന്റെ തന്നെ പല കളർ ഓപ്ഷൻസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. പല കളർ ഓപ്ഷൻസ് അതിൽ നമുക്ക് വേണ്ടത് സെലക്ട് ചെയ്യുക. സോ ബൈ ഇറ്റ് നൗ എന്ന് പറഞ്ഞ് എൻ്റെ താഴെ തന്നെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ബൈ ഇറ്റ് നൗ കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ എൻ്റെ അഡ്രസ്സ് ഇവിടെ ഓൾറെഡി എൻ്റർ ചെയ്ത് പോയി. നിങ്ങൾക്ക് അഡ്രസ്സ് എൻ്റർ ചെയ്യാനായിട്ടുള്ള ഒരു പേജിലേക്കാണ് വരിക. അഡ്രസ്സ് എൻ്റർ ചെയ്യുക. അത് കഴിയുമ്പം താഴേക്ക് നോക്കുകയാണെങ്കിൽ ഓർഡർ സമ്മറി നമ്മുടെ എമൗണ്ട് കാണിക്കും. പിന്നെ നമുക്ക് ഷിപ്പിംഗ് മെത്തേഡ്സ് 3 ഓപ്ഷനാണ് ഉള്ളത്. പോസ്റ്റൽ, DTDC, കൊറിയർ, കളക്ട് ഫ്രം സ്റ്റോർ അങ്ങനെ 3 ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് നമ്മുടെ സ്റ്റോറിൽ ഒന്ന് കളക്ട് ചെയ്യാനായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്ത് വെച്ചിട്ട് വരാം. അല്ലാതെ വേണമെങ്കിലും വന്ന് പർച്ചേസ് ചെയ്യാം. എല്ലാം നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഡയറക്റ്റ് വന്നിട്ട് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ഓപ്ഷൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് വന്ന് പർച്ചേസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഫോർ ഷുവർ ഈ പ്രോഡക്റ്റ് നമ്മളിവിടെ കീപ്പ് ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ ചിലപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആകാനുള്ള ചാൻസ് ഉണ്ട് ചില കളേഴ്സ് ഒക്കെ. ഓർ നമുക്ക് ഏതാണോ ഓപ്ഷൻ ഷിപ്പിംഗ് മെത്തേഡ് വേണ്ടത് അത് ചൂസ് ചെയ്യാം. താഴേക്ക് വരുമ്പോൾ നമ്മുടെ ടോട്ടൽ ഡെലിവറി ചാർജ് ഇതിന് നമുക്ക് ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഷിപ്പിംഗ് ചാർജും കൂടെ ചേർത്തിട്ട് 48 റുപ്പീസ് ആണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത്. അപ്പോൾ ആ എമൗണ്ട് ഓർഡർ ടോട്ടൽ കാണിക്കും. ദെൻ നമ്മൾ പ്ലേസ് ഓർഡർ കൊടുക്കുക. പ്ലേസ് ഓർഡർ കൊടുക്കുമ്പോൾ നേരെ പോകുന്നത് നമ്മൾ പേയ്മെന്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനിലേക്കാണ്. ഇത് ഡയറക്റ്റ് നമ്മുടെ ഗൂഗിൾ പേയിലേക്കായിരിക്കും. നമ്മുടെ ഏതാണോ UPI മെത്തേഡ് ഗൂഗിൾ പേയിലേക്കായിരിക്കും പോകുന്നത്. അവിടുന്ന് നോർമലി ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങളുടെ പേയ്മെന്റ് ചെയ്യുക. ഇങ്ങനെയാണ് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യേണ്ടത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് നമ്മൾ നമ്മുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ളത്. സോ നിങ്ങൾ വെബ്സൈറ്റ് ത്രൂ തന്നെ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.